ഹലോ. ദേ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പുറത്തെടുത്ത് വെച്ച ചെടിയൊക്കെ തിരിച്ചകത്തേറ്റുവാണ് കേട്ടോ. ഇതിപ്പോൾ എടുത്ത് അകത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വല്ല ഐസ് മഴയോ സ്നോയോ വീണിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കാര്യം കട്ടപ്പോയാകുവേ. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്ന് ഡിന്നർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് എന്തായാലും ഫ്രൈഡേ ആണ്, നമുക്ക് നാളെ ജോലിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് മൂവിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത്തിരി ഗ്രാൻഡ് ആയിക്കോട്ടെ, ഒരു മൊഹിറ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ സോഡ ഇല്ല. സ്വാഭാവികം, അതൊന്നും ഉണ്ടാവാറിയില്ല ഈ വീട്ടിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ മൊഹിറ്റോ എന്ന ആഗ്രഹം മാറ്റി നമുക്കൊരു ജ്യൂസ് ആക്കാം. പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐസൊക്കെ ഇട്ട് ആ സമയം ആയപ്പോഴത്തേക്ക് എൻ്റെ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ നമ്മുടെ ബീഫ് പാറ്റിയിലേക്ക് ചീസൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഈ ബീഫ് പാറ്റി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ ചിക്കൻ തൈ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ചീസൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വന്ന് നമ്മുടെ ബാക്കിയുള്ള ജ്യൂസും കൂടെ അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. ജ്യൂസൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ബർഗർ ഉണ്ടാക്കുന്ന പണിയിലേക്ക് കടന്നിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. കുറച്ച് ബർഗർ സോസ് ഇടുന്നു, അതേപോലെ തന്നെ സിറാച്ച ഇടുന്നു. എനിക്ക് സിറാച്ച അലർജി ആയതുകൊണ്ട് ഞാൻ സിറാച്ച ഇട്ടില്ല കേട്ടോ. അലർജി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ അലർജിയൊന്നുമില്ല. കഴിച്ച് കഴിഞ്ഞാൽ ചുണ്ടങ്ങോട്ട് പൊട്ടും, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അത്ര എരിവ് പറ്റത്തില്ലേ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. അതിനുശേഷം ഞാൻ അതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബർഗർ അതോടെ റെഡി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ചിക്കൻ തൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചത് നമ്മുടെ ചിക്കൻ വിങ്സ് ആണിത്. അത് നമ്മുടെ ഇവിടെയുള്ളവർക്കാണെങ്കിൽ ജെയിൻസിൻ്റെ പെപ്പർ ആൻഡ് സോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ വിങ്സ് അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതോടെ നമ്മുടെ ഡിന്നർ റെഡി. അപ്പോൾ ഈ പ്ലാനിങ് ഞാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ കൊളസ്ട്രോ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് സാധനമാണ് കൊളസ്ട്രോ. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡിയാണ്. നമുക്കപ്പോൾ ഇനി മൂവി കാണാം. ഞാൻ പിന്നെ ഈ മൂവിയൊക്കെ ഹലോ മമ്മിയാണ് കണ്ടത്. മൂവിയൊക്കെ കണ്ട് കിടന്നുറങ്ങി, അത്ര.